ഇനി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. അതായത് ഇതുപോലത്തെ കുഞ്ഞ് പേപ്പറിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് മുറ്റം നിറയെ തൂക്കിയിടാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ട്രിക്ക് പറഞ്ഞുതരാം. ഇത് 2 രൂപയുടെ പേപ്പർ മതി കേട്ടോ. കാർബോണ്ട് പേപ്പർ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് ഒരു പേപ്പറാണ് മടക്കുന്നത് കണ്ടോ കേട്ടോ. ഒരു പേപ്പർ നമ്മൾ ഇതുപോലെ വട്ടം മടക്കണേ. വട്ടം ഇതുപോലെ മടക്കിയതിന് ശേഷം ഉണ്ടല്ലോ തിരിച്ച് ഇതുപോലെ ഒന്നും കൂടി ഇങ്ങനെ മടക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പർ നമുക്ക് 4 പീസ് പേപ്പറായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് ഒരു പേപ്പറിൽ നിന്ന് 4 പീസ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വേറൊരു പീസ് എടുത്തിട്ട് അത് 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മൊത്തം 6 പേപ്പർ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇനി 6 പേപ്പർ ഒന്ന് മടക്കുന്നത് കണ്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് മടക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ. അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ മടക്കണത്. വെട്ടുന്നതിനാണ് ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മടക്കുക, വട്ടം മടക്കുക. ഒരു സൈഡ് അറ്റം ഇതുപോലെ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ നീട്ടിയിട്ടിട്ട് ഇങ്ങനെ നമുക്കത് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ കേട്ടോ. അപ്പോൾ നീളത്തിൽ ഒട്ടിച്ചു. അപ്പം ഈ 6 പേപ്പർ ഉണ്ടല്ലോ, 6 പേപ്പർ നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചൊടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇടകലർത്തിയാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ ഇന്നത്തെ കൂടെ മിക്സ് ചെയ്യാം. അതല്ല ഒറ്റ കളറിൽ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരൊറ്റ കളർ തന്നെ 6 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടെ ഒട്ടിച്ച് കാണിച്ചു കേട്ടോ ഇങ്ങനെ കേട്ടോ. അപ്പം മൊത്തം ഞാനിപ്പം 6 എണ്ണം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മടക്കുന്നത് കണ്ടോ കേട്ടോ. ഈ 2 സൈഡിൽ നിന്നും ഒരു ഇത്തിരി ഭാഗം ഇങ്ങനെ മടക്കണേ ഇതുപോലെ കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്നും ഇതുപോലെ കേട്ടോ. ഇനി നമ്മൾ 2 സൈഡും ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു പെൻസിലോ പേനോ എന്തെങ്കിലും ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറ്റിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിത് അകത്തോട്ടേക്കൊന്ന് തള്ളി മടക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ 2 സൈഡിൽ നമ്മൾ മടക്കി വെച്ചേക്കുന്ന ഈ ഒരു ഭാഗം നമുക്കിത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതിങ്ങനെ അകത്തോട്ടേക്ക് ഇതിങ്ങനെ തള്ളി മടക്കണം കേട്ടോ. ഇതുപോലെ കേട്ടോ. അപ്പം 2 സൈഡും അതുപോലെ തന്നെ ഇങ്ങനെ തള്ളി അകത്തോട്ട് ഇതുപോലെ തന്നെ മടക്കിയെടുക്കണേ. ഈ നമ്മൾ ആ മടക്കി വെച്ചേക്കണതിൻ്റെ ആ വരയുടെ ആ സ്പോട്ട് നോക്കിയിട്ട് 2 സൈഡും ഒന്നും കൂടി ഇങ്ങനെ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ട് അകത്തോട്ട് തള്ളി കൊടുത്താൽ മതി ഇങ്ങനെ കേട്ടോ. അപ്പോൾ 2 സൈഡ് ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ 6ഉം അതേ രീതി തന്നെ ആക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ. അപ്പോൾ ഞാനിപ്പോൾ 6ഉം ഒന്നാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊന്നും കൂടെ മടക്കുന്നത് കണ്ടോ. വട്ടം മടക്കണം കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് 6ഉം നിങ്ങൾ വട്ടം മടക്കണേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡിസൈൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം ഇതുപോലെ ഒന്നും കൂടെ കട്ടല്ല ഒന്നും കൂടെ മടക്കിയിട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ കേട്ടോ. ഇനി ഇതാണ് കേട്ടോ ഡിസൈന്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു പേപ്പറിൽ നിങ്ങൾ വരച്ചെടുത്തതിന് ശേഷം അച്ചുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവേ. ഇതിങ്ങനെ കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കത്രിക വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കേട്ടോ. ഇത് നോക്കി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം നിങ്ങൾ വരച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ ബാക്കി മൊത്തം 6 ഉണ്ടല്ലോ, 6 ബാക്കി മൊത്തം 5ഉം നിങ്ങൾക്ക് അച്ച് പോലെ തന്നെ വച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. സെൻറ്റർ ഭാഗത്ത് നിന്ന് നീളത്തിലോട്ടേക്ക് പശ ഇതുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചൊടിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് വയലറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് പല പല കളറിലാണെന്നുണ്ടെങ്കിൽ എല്ലാ കളറുകളും ഇടകലർത്തി ഒട്ടിച്ചു കൊടുക്കണേ. ഇതിൻ്റെ അകംഭാഗവും ഒട്ടിച്ചു കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണേ. ഇനി ഇത് ഫുള്ള് ഇപ്പം എല്ലാം ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാട്ടെ. ഈ മൂലഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണ്ടോ എന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ മൂലയുടെ വാല് ഇങ്ങനെ ഒട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒന്ന് വിടുത്തിയിട്ട് നമുക്ക് 2 അറ്റം ഇതുപോലെ പശ വച്ചിട്ട് നമുക്കിതങ്ങോട്ട് തുറക്കാം കേട്ടോ. ഇതിങ്ങനെ ഓക്കെ. എന്താ ഭംഗിയില്ലേ. നല്ല രസമില്ല കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല റെഡിലോ അതല്ല നല്ല മഞ്ഞയിലോ അതുപോലെ പല പല കളറുകളുണ്ടല്ലോ പേപ്പർ. 2 രൂപയുടെ സ്റ്റേഷനറി കടകളിൽ ഇങ്ങനെ പേപ്പർ വാങ്ങാൻ കിട്ടും. അപ്പം അതിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തൂക്കിയിട്ടോ ക്ലാസ് റൂമിലും വീടിൻ്റെ മുറ്റത്തൊക്കെ തൂക്കിയിടാം, സിറ്റൗട്ടിലൊക്കെ തൂക്കിയിടാൻ നല്ല ഭംഗിയായിട്ട് എടുക്കും. അപ്പം ഇഷ്ടമുള്ള കളറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ കളർ പേപ്പർ 1.5 പേപ്പർ വേണം കേട്ടോ. ഒരു സ്റ്റാറിന് 1.5 പേപ്പറാണ് വേണ്ടേ. അപ്പോൾ ആദ്യം നിങ്ങൾ ന്യൂസ് പേപ്പറിലൊന്ന് കട്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ കളർ പേപ്പറിലേക്ക് ഒട്ടിച്ച് ഇങ്ങനെ വെട്ടി ഉണ്ടാക്കി പഠിക്കട്ടെ. എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ.